എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഓൺലൈനായിട്ട് എങ്ങനെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ എളുപ്പത്തിൽ ഫയൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഫയലിംഗ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കും മറ്റും ഈ ജൂലൈ 31 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇൻകം ടാക്സ് ഇ ഫയലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ വേണ്ടി ആ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറാനുള്ള ലിങ്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. അവിടെ നിങ്ങളുടെ ലോഗിൻ എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് ലോഗിൻ എന്ന് കിടപ്പുണ്ട്. ആ ഒരു ലോഗിനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാൻ നമ്പർ, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാൻ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ പ്ലീസ് കൺഫേം യുവർ സെക്യൂർ ആക്സസ് മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങളൊരു ടിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും. ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കയറാൻ വേണ്ടി സാധിക്കുന്നതാണ്. പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നോക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ പാൻ നമ്പർ, നിങ്ങളുടെ പേരും മറ്റൊക്കെ ഇടതുവശത്ത് മുകളിലായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അവിടെ നമുക്ക് ഫയൽ നൗ ഓർ റെസ്യൂം ഫയലിംഗ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇതിനു മുമ്പ് ശ്രമിച്ചിരുന്നു, അതുകൊണ്ടാണ് റെസ്യൂം ഫയലിംഗ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. നമ്മൾ നേരത്തെ ഫയലിംഗ് ചെയ്ത് തുടരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫയൽ നൗ എന്നുള്ളിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഫയൽ നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെലക്ട് അസസ്മെൻറ്റ് ഇയർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് 2024-25 എന്ന് വരും. നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 2024-25 ആണ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2023-24 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ അസസ്മെൻറ്റ് ഇയർ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൺലൈൻ എന്നുള്ളിടത്ത് സെലക്ട് മോഡ് ഓഫ് ഫയലിംഗ് തൊട്ട് താഴെ കിടപ്പുണ്ട്. അതിൽ ഓൺലൈൻ എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ഈ ഫയൽ ചെയ്യാൻ പോകുന്നു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സേവ്ഡ് ഡ്രാഫ്റ്റ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ പെൻഡിങ് ഫോർ സബ്മിഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലീസ് സെലക്ട് ദ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കബിൾ ടു പ്രൊസീഡ് ഫർദർ എന്നാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ എന്നുള്ളിടത്താണ് കിടക്കുന്നത്. ഇൻഡിവിജ്വൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ITR 1 ഏതാണോ, ITR 1 ആണോ 2 ആണോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്കൊക്കെ അത് ITR 1 വന്നിരിക്കുക. അപ്പോൾ ITR 1 സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രൊസീഡ് വിത്ത് ITR കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അത് ക്ലോസ് ചെയ്യുക. അതിൻ്റെ ലേറ്റസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് യു ഫയലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ എനി ഓഫ് ദി ഫോളോവിങ് റീസൺസ് എന്നുള്ളതിൽ നിങ്ങൾ ആദ്യത്തെ ക്ലിക്ക് ചെയ്യുക. ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫയലിംഗ് നടത്തുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ വീണ്ടും ഈ ഒരു പോപ്പപ്പ് മെനു വന്നിട്ടുണ്ട്. അതും ക്ലോസ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇനി വരുന്ന പേജിൽ നമ്മളിവിടെ ഇതിന് മുമ്പായിട്ട് നമുക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1-2 കാര്യങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഫയൽ എന്നുള്ളിടത്ത് ഇവിടെ കൊണ്ട് ഈ ഒരു കഴ്സർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളതിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ വ്യൂ ഫോം 26 AS-ഉം ഒപ്പം തന്നെ വ്യൂ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് AS നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വ്യൂ ഫോം 26 AS എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ കൺഫേം കൊടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോയിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. പിന്നീട് നമ്മളിവിടെ ക്ലിക്ക് വ്യൂ ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത് വ്യൂ ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് അസസ്മെൻറ്റ് ഇയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അസസ്മെൻറ്റ് ഇയർ 2024-25 ആണല്ലേ. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. വ്യൂ ആസ് എന്നുള്ളിടത്ത് HTML ക്ലിക്ക് ചെയ്യുക. HTML ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ ഓർ ഡൗൺലോഡ് എന്നിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ആസ് PDF കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഈ ഒരു 26 AS നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഓപ്പണാക്കി നോക്കാവുന്നതാണ്. ഓപ്പണാക്കി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ആനുവൽ ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഹെഡിങ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത സാലറി ഡീറ്റെയിൽസൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ടാവും. നമുക്ക് എത്രയാണ് ഇൻകം ടാക്സ് നമ്മൾ ഓരോ മാസവും അഡ്വാൻസ് ആയിട്ട് അടച്ചുകൊണ്ടിരുന്നത്, ടാക്സ് ഡിപ്പോസിറ്റ് എത്രയാണ്, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടാക്സായിട്ട് നമ്മൾ ഓൾറെഡി അടച്ചിരിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ പഴയ വിൻഡോയിലേക്ക് തന്നെ ആ ഒരു ടാബിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഇൻകം ടാക്സ് റിട്ടേൺസ് അവിടെ നമുക്ക്
വ്യൂ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് AIS എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഇവിടെ AIS എന്ന് കിടപ്പുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് AIS എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ AIS ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊസീഡ് എന്ന് കാണും. ആ പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ AIS ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് AIS കിടപ്പുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ കാണുന്ന ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് PDF ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മളത് ഓപ്പൺ ആക്കുക. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പാൻ നമ്പർ, സ്മോൾ ലെറ്ററിൽ പാൻ നമ്പറും ഒപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ്. അതായത് ഡേറ്റ്, മന്ത്, ഇയർ എന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ അത് വെച്ചുകൊണ്ട് പാൻ നമ്പർ കൊടുക്കുമ്പോൾ അത് സ്മോൾ ലെറ്ററിൽ കൊടുക്കുക. അതിൻ്റെ കൂടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ എന്ന് വെച്ച് അപ്പോൾ എൻ്റെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പണായി വരും. അപ്പോൾ അവിടെ നമുക്ക് നമ്മൾ നടത്തിയിരിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമുക്ക് കിട്ടിയിരിക്കുന്ന ലാഭം, ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഡിഡക്റ്റ് ചെയ്ത ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് താഴേക്ക് വരുമ്പോൾ നമുക്ക് എത്രയാണ് ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ബാങ്കുകളിലൊക്കെ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു 4438 രൂപയുണ്ട്. അതുകൂടാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അഥവാ ടൈം ഡിപ്പോസിറ്റ് മേൽ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് 986. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ സേവിങ്സ് ബാങ്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് 10,000 വരെ നമുക്ക് എക്സംപ്റ്റഡ് ആണ്. പക്ഷേ നമ്മളത് ആദ്യം കാണിക്കണം. ഇൻകമായിട്ട് കാണിച്ചതിന് ശേഷം പിന്നീട് അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതായിട്ട്, എക്സംപ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് മേലെ ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നതാണ്. അതിന് എക്സംപ്ഷൻ ഒന്നുമില്ല. അതുകൂടാതെ നമ്മൾ മ്യൂച്വൽ ഫണ്ടോ മറ്റ് ഷെയറുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ വിറ്റിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, എത്ര രൂപയ്ക്കാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്ന ഒരു സംഗതിയാണിത്. ഇൻകം ടാക്സ് നമ്മൾ ഏതെങ്കിലും ഇതിനു മുമ്പ് നമുക്ക് പിന്നീട് അവർ ഡിമാൻഡ് ചെയ്തിട്ട് പണം അടച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം, അതിൻ്റെ ചെല്ലാൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതെല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൽ കാണിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു ടാബിലേക്ക് തിരിച്ചു പോവുകയാണ്. നമുക്കിവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആദ്യത്തെ ആ ഒരു ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പേരും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ആ കാര്യങ്ങളിൽ നമുക്ക് കൂടുതലൊന്നും എഡിറ്റ് ചെയ്യാനില്ല. നമുക്ക് വേണമെങ്കിൽ അഡ്രസ്സും മറ്റും കാര്യങ്ങളും താഴോട്ട് വരുമ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മളത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫയൽഡ് അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 അത് ഓൾറെഡി ഫിൽഡാണ്. നമുക്കതിന് ശേഷം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊരു മാറ്റം വരുത്തേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഓൾഡ് റെജിമിലാണ് ചെയ്യുന്നതെങ്കിൽ, ന്യൂ റെജിമിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾഡ് റെജിമിലാണ് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ബൈ ഡിഫോൾട്ട് ഇത് ന്യൂ റെജിമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡു യു വിഷ് ടു എക്സർസൈസ് ദ ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BSE ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ ടാക്സ് റെജിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂ ടാക്സ് റെജിമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെന്ന് വെച്ചാൽ ഓൾഡ് റെജിമിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ യെസ് എന്ന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നിങ്ങൾ ഓൾഡ് റെജിം തിരഞ്ഞെടുക്കേണ്ട ഒരു അവസരം വരുന്നത്. അപ്പോൾ അങ്ങനെ യെസ് എന്ന് കൊടുത്തതിന് ശേഷം താഴോട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. വാലിഡേറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വാലിഡേറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. നിങ്ങൾക്ക് ടാക്സ് റീഫണ്ടും മറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് കിട്ടും. അതിനുശേഷം അത് കൺഫേം കൊടുക്കുന്നു. അപ്പോൾ കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേം എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ടാബിലേക്ക് പോവുകയാണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ ചെയ്തതിന് ശേഷം താഴെ ടോട്ടൽ ഡിഡക്ഷൻസ്, ടാക്സ് പെയ്ഡ്, ടാക്സ് ലയബിലിറ്റി, അങ്ങനെ ഓരോരോ ടാബുകളായിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾഡ് റെജിം തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും എക്സംപ്റ്റഡ് ഇൻകം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാലറി എക്സംഷനുമായിട്ട് ബന്ധപ്പെട്ട് ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ കോസ്റ്റ് ഓഫ് ട്രാവൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആപ്ലിക്കബിൾ ആകുന്ന ആൾക്കാർ യെസ് കൊടുത്ത് അതിൻ്റെ എമൗണ്ട് യെസ് കൊടുക്കുമ്പോൾ നമുക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം വരും, അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ നോ കൊടുക്കുന്നു. അടുത്തതും നമ്മുടെ അതുപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ അലവൻസ് അതൊക്കെ കിട്ടുന്നവർക്ക് അത് യെസ് കൊടുത്ത് എമൗണ്ട് ടൈപ്പ് ചെയ്യാം. നോ കൊടുക്കുന്നു. ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഹൗസ് റെൻറ്റ് അലവൻസ്, നിങ്ങൾ HRA ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് യെസ് കൊടുക്കണം. അതിനുശേഷം എമൗണ്ട് എത്രയാണോ HRA ഡിഡക്ഷൻ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അതിവിടെയാണ് കാണിക്കേണ്ടതെന്ന് ഓർക്കുക. ദെൻ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അത് നിങ്ങൾ യെസ് കൊടുത്ത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ ഗ്രോസ് സാലറി കാണിച്ചിട്ടുണ്ട്. ഗ്രോസ് സാലറിയിൽ നിന്ന് എക്സംപ്റ്റഡ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണ് ഇൻകം ചാർജബിൾ അണ്ടർ ദി ഹെഡ് സാലറീസ് എന്നുള്ളത് താഴെ കാണിച്ചിട്ടുണ്ട്. ഡിഡക്ഷൻസ് ആയിട്ട് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയും ഒപ്പം തന്നെ 2,500 രൂപ പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുള്ളവർക്ക് അത് ഉൾപ്പെടെ 52,500 രൂപയാണ്.
കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നിങ്ങൾക്ക് ഇൻകം ചാർജബിൾ അണ്ടർ ദി ഹെഡ് സാലറീസ് എന്നുള്ളത് താഴെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് എഡിറ്റ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് കൺട്രി, റീജിയൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ആവശ്യമില്ലാതെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ട്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നോക്കുക എക്സംപ്റ്റ് അലവൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സെപ്റ്റഡ് അലവൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഇതിനകത്ത് വെച്ച് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് നോക്കിയിട്ട് അതുണ്ടെങ്കിൽ കൊടുക്കാം. നോർമലായിട്ട് കേസുകൾ സാധാരണ വരാറില്ല നോക്കുക, അല്ലെങ്കിൽ അത് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് കേസ് കൊടുക്കുക. ഇനി അതിൽ തന്നെ എക്സംപ്റ്റ് അലവൻസിൽ നമുക്ക് ഒരെണ്ണം കൂടി നമുക്ക് ആഡ് അനദർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സെലക്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ട് അവിടെ നമുക്ക് എനി അതർന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഹിൽ ട്രാക്ട് അലവൻസ് കൊടുക്കാവുന്നതാണ്. ഹിൽ ട്രാക്ട് അലവൻസ് കിട്ടുന്നവർക്കാണ് കേട്ടോ, റിമോട്ട് ഹില്ലി ഏരിയയിൽ ജോലി ചെയ്യുന്നവർക്ക് ഹിൽ ട്രാക്ട് അലവൻസ് കൊടുക്കാറുണ്ട്. 500 രൂപ വെച്ചേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അതിലൊരു 300 രൂപ വെച്ച് ഒരു മാസം 300 രൂപ വെച്ച് നമുക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ 300 രൂപ വെച്ച് നമുക്ക് എത്രയാണ് വരിക? 300 രൂപ വെച്ച് നമുക്ക് ഒരു 3600 വരും അല്ലേ. അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, 3600 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് നമുക്ക് മറ്റൊന്നും ഇല്ല എങ്കിൽ നമുക്ക് താഴെ അവിടെ സാലറി മറ്റ് ഡീറ്റെയിൽസൊക്കെ നോക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ ഹിൽ ട്രാക്ട് അലവൻസ് എല്ലാം അല്പം കുറച്ചതിന് ശേഷം നമുക്കിവിടെ ഡിഡക്ഷൻസ് 52,500 രൂപ ടാക്സും കുറച്ചതിന് ശേഷം ബാക്കിയുള്ള നെറ്റ് സാലറി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ അത് കൺഫേം ചെയ്യാവുന്നതാണ്. ഇൻകം ചാർജബിൾ അണ്ടർ ദി ഹെഡ് സാലറീസ് അപ്പോൾ എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത് ചെക്ക് ചെയ്യുക. അതിനുശേഷം അത് സേവ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇൻകം ഫ്രം സാലറി എന്നുള്ള ഒരു ടാബിൽ നിൽക്കുകയാണ് എഡിറ്റിങ്ങിന് ശേഷം. അപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹൗസിംഗ് ലോൺ എടുത്തിട്ട് ആളുകളുടെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഇവിടെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൗസിംഗ് ലോൺ എടുത്തവർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ താഴെ റൈറ്റ് സൈഡിലായിട്ട് ആഡ് ഓർ എഡിറ്റ് ഡീറ്റെയിൽസ് ഓഫ് ബ്രേക്കപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ചോദിച്ചിട്ടുണ്ട്. സെൽഫ് ഓക്യുപ്പൈഡ് നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ അത് തന്നെ എടുക്കുക. ലെറ്റ് ഔട്ട് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ അതെടുക്കുക. ഇപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് നിലയിൽ ഇത് എടുക്കുന്നു. അതിനുശേഷം തൊട്ട് താഴെ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എത്രയാണോ ടോട്ടൽ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് അനുസരിച്ച് എത്രയാണ് വന്നിരിക്കുന്നത് അവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഒരു 1,36,875 രൂപ ടൈപ്പ് ചെയ്യുകയാണ്. അത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കതിന് ആഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഇൻകം ചാർജബിൾ അണ്ടർ ദി ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് മൈനസ് 1,36,875 എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ മുകളിൽ കൊടുക്കുമ്പോൾ അത് മൈനസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് താഴെ അത് വന്നോളും. അതിനുശേഷം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു നമ്മുടെ ഇൻകം ഫ്രം സാലറി അത് കുറഞ്ഞ് വന്നതിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറച്ചായിട്ട് കാണിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ ഇൻകം ഫ്രം അതർ സോഴ്സസ് നമ്മൾ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ കണ്ട ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടും ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് ഫ്രം ഡിപ്പോസിറ്റും അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൽ കാണിക്കാത്ത ഏതെങ്കിലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ FD ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അത് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ നിർത്തിയേക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അത് നമുക്ക് പിന്നീട് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഫ്രം ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ ആ ഒരു എമൗണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതെല്ലാം കുറച്ചതിന് ശേഷം നമുക്ക് അതെല്ലാം ഇതിലൂടെ ആഡ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് കൺഫേം കൊടുക്കുന്നു. ഇനി നമ്മൾ ടോട്ടൽ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു ടാബിലേക്കാണ്. ടോട്ടൽ ഡിഡക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി ഡിഡക്ഷൻ ഫോർ ഡൊണേഷൻ പെയ്ഡ്, ഡൊണേഷൻ പേയ്മെൻറ്റ് നടത്തിയതിനെക്കുറിച്ച്, പൊളിറ്റിക്കൽ പാർട്ടിക്ക് പേയ്മെൻറ്റ് നടത്തിയതിനെക്കുറിച്ച് അത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ AF എന്ന് കൊടുക്കുക. അപ്പോൾ AF എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതെങ്കിൽ ആ ഒരു പേര് വെച്ചുകൊണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഫണ്ട് തുടങ്ങിയ ആ ഒരു പേര് വെച്ചുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷെഡ്യൂൾ ഫില്ല് ചെയ്യേണ്ട അക്കൗണ്ട് നമ്പറും മറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നോ എന്ന് കൊടുക്കുകയാണ്. ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി ഡിഡക്ഷൻ അണ്ടർ 80GGC അത് ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടിയിലേക്കുള്ളത് അതെല്ലാം നോയാണ്. ഡിസബിലിറ്റി ആയിട്ട് ആളുകളുടെ അവർക്കുള്ള ക്ലെയിം ഡിഡക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുക. ദെൻ നമുക്ക് 80C പ്രകാരമുള്ള മാക്സിമം ഡിഡക്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ 80Cയിൽ നമുക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ട്യൂഷന് വേണ്ടി കുട്ടികളുടെ ട്യൂഷന് വേണ്ടിയുള്ളത്, ഒപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത്, അതെല്ലാം കൂടെ ഉൾപ്പെടെ LIC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡു യു എഗ്രി വിത്ത് ഇൻഫർമേഷൻ എന്നുള്ളത് yes എന്ന് കൊടുക്കുക. ദെൻ ആർ യു എലിജിബിൾ ടു ഡിഡക്ഷൻ അണ്ടർ 80CCD
അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ കേസിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എംപ്ലോയർ കോൺട്രിബ്യൂട്ടറി പെൻഷന് വേണ്ടി നൽകുന്ന പേയ്മെൻറ്റാണ്. അവിടെ നമ്മൾ നോ എന്ന് തന്നെ കൊടുത്താൽ മതിയാവും. ദെൻ ആർ യു എലിജിബിൾ ടു ക്ലെയിം ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ് ടുവേർഡ്സ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ളിടത്ത് നമുക്കിവിടെ യെസ് എന്നുള്ളതാക്കി കൊടുക്കാം. അപ്പോൾ ഷെഡ്യൂൾ 80Dയിൽ നമുക്ക് മെഡിസിപ്പിലേക്കുള്ള പേയ്മെൻറ്റ് ഒരു 6,000 വരുന്നത്, ഒരാളാണെങ്കിൽ 6,000 അല്ലേ, ആ ഒരാളുടെ 6,000 റുപ്പീസ് നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. പിന്നീട് മറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് ഏതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം ആ ഒരു 80D നമ്മുടെ ഷെഡ്യൂൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാം. ദെൻ ആസ് പെർ ദ ഇൻഫർമേഷൻ അവൈലബിൾ വിത്ത് ഡിപ്പാർട്ട്മെൻറ്റ് യു ഹാവ് മെയ്ഡ് പേയ്മെൻറ്റ് ടുവേർഡ്സ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ സെൽഫ് ആൻഡ് റിലേറ്റീവ്. അപ്പോൾ നമുക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് നോ എന്ന് കൊടുക്കാം. ഉള്ളവരെ യെസിന് കൊടുത്തിട്ട് അത് കൊടുക്കാം. പിന്നെ ആസ് പെർ ദ ഇൻഫർമേഷൻ അവൈലബിൾ വിത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡു യു ഹാവ് ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ലഭിച്ചായിട്ട് പറഞ്ഞിട്ടുണ്ട് 4,438 രൂപ നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. നമുക്കിവിടെ 4,438 രൂപ എന്നാണ് നമ്മുടെ AS ഇൻഫർമേഷൻ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇവിടെ നമ്മളത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഡു വി അഗ്രി വിത്ത് ദിസ് ഇൻഫർമേഷൻ നമ്മൾ F കൊടുക്കുന്നു. ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി അതർ ഡിഡക്ഷൻ നോ കൊടുക്കുന്നു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഇതിന് താഴെയായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ATCയുടെ ഡിഡക്ഷൻ എമൗണ്ട്, ATDയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ATDയിൽ നമ്മളിവിടെ എഡിറ്റും എടുത്ത് നിങ്ങൾ 6,000 എന്ന് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ നോ എന്നാക്കിയതിന് ശേഷം നമ്മളിവിടെ 6,000 എന്ന് ഇവിടെ കൊടുക്കുക. നമ്മുടെ സീനിയർ സിറ്റിസൺസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 50,000 രൂപ വരെ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ വരെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക സീനിയർ സിറ്റിസൺസ് നിങ്ങളുടെ കുടുംബത്തിലില്ല എങ്കിൽ. അപ്പോൾ അതുകൊണ്ട് 6,000 രൂപ ഇവിടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് എമൗണ്ട് കൂടുതൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം അത് സേവ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ പിന്നീട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ ATTTA ഉണ്ട്. ATTTAയിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു 4,438 രൂപ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്കിവിടെ ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിന് ഡിഡക്ഷൻ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മുടെ ATCക്ക് മുകളിലായിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എക്സ്ട്രാ 50,000 കൂടെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളിതിന് മുമ്പ് AF എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂളോട് വരുമായിരുന്നു. അവിടെ നമുക്കത് കൊടുക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിഡക്ഷൻ നമുക്കിവിടെ കണ്ടു. അതിനുശേഷം നമ്മൾ കൺഫേം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കൺഫേം കൊടുത്തതിന് ശേഷം നമ്മൾ ടാക്സ് പെയ്ഡ് എന്നുള്ള ഒരു ടാബ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ടാക്സ് എത്രയാണ് ഇതിനു മുമ്പ് ഓൾറെഡി അടച്ചിരിക്കുന്നത്, ബാക്കി ഇനി എത്ര അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് റീഫണ്ട് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ 41,000 ടാക്സ് അടച്ചിട്ടുണ്ട്. നമ്മൾ അടച്ചിരിക്കുന്നത് നമ്മൾ ASമായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നമ്മളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. അതിനുശേഷം ടാക്സ് പെയ്ഡ് നമ്മൾ കൺഫേം നടത്തിയതിന് ശേഷം ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് നമുക്ക് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ 32,194 ടാക്സ് വന്നിരിക്കുന്നത്. നമുക്ക് മൊത്തം നമ്മൾ അടച്ചിരിക്കുന്നത് 41,000 അല്ലേ. അപ്പോൾ അത് നമുക്ക് റീഫണ്ടായിട്ട് എമൗണ്ട് വരേണ്ടതാണ്. പിന്നെ നമുക്ക് മൊത്തം എമൗണ്ട് 32,194 കണ്ടിട്ടുണ്ട്. അത് കൺഫേം ചെയ്യുക. അതിനുശേഷം നമുക്കതിൻ്റെ പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ള റീഫണ്ടിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു 8,810 രൂപ റീഫണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താഴോട്ട് വരിക, പ്രിവ്യൂ, നമുക്ക് ചെയ്തതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ എന്ന് വരും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് വന്ന് പ്രൊസീഡ് ടു പ്രിവ്യൂ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ ഫൈനൽ കൺഫർമേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. താഴോട്ട് വന്നതിന് ശേഷം പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ വാലിഡേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്കവിടെ പ്രിവ്യൂവിൽ കാണിക്കും. അവിടെ നമുക്കത് ആ ഒരു സൈഡിലേക്ക് ചെന്ന് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കുകയാണ്. പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിലേറ്റവും എളുപ്പം വെരിഫൈ നൗ എന്നുള്ളതാണ്. നമ്മുടെ ആധാർ OTP വെച്ച് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വെച്ചുകൊണ്ടാണ് നമ്മളത് വെരിഫൈ ചെയ്യുന്നത്. വെരിഫൈ എന്ന് കൊടുക്കുക, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി ഒന്നും നമ്മൾ പിന്നീട് അയച്ചു കൊടുക്കേണ്ടതായിട്ടൊന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഹൗ ഡു യു വാണ്ട് ടു വെരിഫൈ എന്ന് ചോദിച്ചിരിക്കുന്നത് ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിങ് OTP ഓൺ മൊബൈൽ നമ്പർ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളത് കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അതിൽ വരുന്ന OTP നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഐ അഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റ് ആധാർ OTP എന്ന് ചോദിച്ചിട്ടുണ്ട്.
നമുക്ക് ഇവിടുന്ന് OTP ഇങ്ങോട്ട് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ OTP എൻ്റർ ചെയ്യുകയാണ്. നോക്കുക. അതിനുശേഷം വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കൺഫേം സബ്മിഷൻ ഓഫ് റിട്ടേൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അത്രയും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ ഫയലിംഗ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗോ ടു ഡാഷ്ബോർഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര രൂപയാണ് റീഫണ്ട് കിട്ടാനുള്ളത് അത്രയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടെ ഫയൽ റിവൈസ്ഡ് റിട്ടേൺ ഉണ്ട്. നമ്മുടെ റിട്ടേൺ സമർപ്പിച്ച എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കിവിടെ റിവൈസ്ഡ് റിട്ടേൺ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. താങ്ക്